പോലെ വെച്ചമുണ്ട്. അത് നമ്മുടെ മണ്ണിലോട്ട് നമ്മൾ ഇരിക്കുന്നിടത്തോട്ട് അയക്കുക. എന്നിട്ട് അതിനകത്ത് പെട്രോളിന്റെ മണം അയച്ചെടുക്കുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കണം അയ്യോ ഇവർക്ക് അറിയാമെങ്കിൽ ആൾക്കാരാണെന്നാണ് വാങ്ങിച്ചേക്കുന്നത്. അതെന്തുവാ കൂട്ടുകാരൊന്നും വേണ്ട. എത്രയോ ആൾക്കാരുണ്ട്. ഇവർമാർക്കും ബിജു എന്ന് പറയുന്നവര് ഞാൻ പോലെയുള്ള നല്ലപോലെ അറിയാം. അതിന് കാര്യമുണ്ട്. ഞാൻ എറണാകുളത്ത് മാമ പറഞ്ഞു കൊടുക്കുന്നതല്ല, ഞാൻ പറയട്ടെ മാമിനോട് കാര്യം. ഞാൻ എറണാകുളത്ത് വർക്ക് ചെയ്തല്ലോ മാമ. അപ്പം അവിടെ റോസിംഗ് മിക്സ് എന്ന് പറയുന്നത് പുരുഷന്റെ കമ്പനി കണ്ട് വർക്ക് ചെയ്ത് എനിക്ക് ഞാൻ LLB പഠിക്കുമ്പോൾ അവിടെ പുരുഷനായിരുന്നത്. എന്റെ കൂടെ പഠിച്ച ഒരവധിയിലുള്ള എത്തിക്കാനൊക്കെ അറിയാമല്ലോ മാമന്. എത്തിക്കാനത്തിന്റെ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന അയാളുടെ മോൾ എന്റെ കൂടെ പഠിച്ചത്. ചെറിയ ബന്ധമുണ്ട്. അയാൾ ആ കൊച്ചിനെ അറിയാവുന്ന എന്നെക്കാട്ടി 3 വയസ്സ് മൂന്ന് അവർക്കറിയാവുന്നതാ ഇന്ത്യയിൽ. അപ്പൊ അങ്ങനെ എന്റെയും അറിയാം. അതുകൊണ്ട് അയാൾ വഴി എനിക്ക് ജോലി കിട്ടിയത്. അയാൾ ഒരു കാറ്റാടി എന്ന് പറയുന്ന കമ്പനി നടത്തുന്നുണ്ടായിരുന്നു. അവിടെ ഞാൻ ജോലി കിട്ടി. എന്നിട്ട് ഇവന്മാരെല്ലാം വന്ന് എന്റെ ജോലി ഇല്ലാതാക്കി. അങ്ങനെ ഇയാൾ പറഞ്ഞു ദീപ ദീപ ഡൽഹി പോകും. അങ്ങനെ ഇങ്ങനെ അപ്പൊ എനിക്ക് ഈ മുകേഷ് എന്ന് പറയുന്ന ആളെ അറിയാവുന്നത് ഞാൻ ഈ ജോലിക്ക് പോകാനായിട്ട് ട്രെയിനിൽ കയറി. നമ്മളോട് പറയാം. അപ്പൊ ഈ എന്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു. അങ്ങയുടെ സിമ്മുള്ള ഫോണ്. ആ ഫോണ് ഞാൻ അയാൾക്ക് തിരിച്ചു കൊടുത്തില്ല. ഞാൻ പറഞ്ഞു ഞാൻ തിരിച്ചു തരാം, കുറച്ച് നാളുകൾ എന്റെ കയ്യിൽ ഇരുന്നോളെന്ന് പറഞ്ഞു. ഈ ഫോണുമായിട്ട് നമ്മൾ ട്രെയിനിൽ കയറി. ഡൽഹിക്കുള്ള ട്രെയിനിൽ കയറി. നമ്മ ട്രെയിൻ എടുത്ത് 10 മിനിറ്റോ അരമണിക്കൂർ പോലും ആയില്ല. ഈ പീരേന്ന് പറഞ്ഞിട്ട് അനിയത്തിന്ന് പറഞ്ഞുണ്ടല്ലോ മാമ, അവൾ എന്റെ ഫോണിൽ വിളിക്കുന്നു. ആ ഫോണിൽ അങ്ങേറെ അവൾ വിചാരിച്ചത് ഞാൻ ഡൽഹിക്ക് പോയി വരിക. അപ്പൊ ഈ ഫോൺ ഇങ്ങനെ കൊടുത്തു കാണുന്നതായിട്ട് വിചാരിക്കുന്നത്. ആ ഫോണില് ഈ റോസിംഗ് മിക്സറെ പക്ഷെ ഞാൻ കൊടുത്തില്ലല്ലോ. അപ്പൊ ഞാൻ എടുത്തു. അപ്പൊ ഇവരുടെ സൗണ്ട് എനിക്ക് വന്ന സൗണ്ട് ഒറ്റ ഇതിന് മനസ്സിലായി. പക്ഷെ ഇവർക്ക് മനസ്സിലായില്ല. ഇവളൊക്കെ ചോദിക്കുക റോസിംഗ് മിക്സർ ഉണ്ടോ കേട്ടോ അമ്മ. അപ്പൊ ഞാൻ പറഞ്ഞു എന്താ റോസിംഗ് മിക്സറിനെ. അപ്പൊ എനിക്ക് മനസ്സിലായല്ലോ എന്തിനാ റോസിംഗ് മിക്സറിനെ. അതെനിക്ക് ജോലിക്കാം ഇതാണ് ഞാൻ. അപ്പൊ അവിടെ വിചാരിക്കുന്നത് റോസിംഗ് മിക്സറിന്റെ ഭാര്യയായി ഇരിക്കുന്നത് ഇവിടെ വിചാരിക്കുന്നത്. പിന്നെ ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ ഇവർക്ക് മനസ്സിലായി എന്റെ സൗണ്ട്. എന്തായാലും മനസ്സിലാവുമല്ലോ മാമ. ഇവിടെ ടപ്പേനൊന്ന് കട്ട് ചെയ്തു. പിന്നെ ഞാൻ 1-2 പ്രാവശ്യം കണ്ട് 4 പറയാൻ വിചാരിച്ചു വിളിച്ചിട്ട് ഇവിടെ എടുത്തില്ല. അപ്പൊ മാമൻ പറഞ്ഞു ഞാൻ പോകുന്നവൻ ഇവരുമായി അയച്ചു വെക്കുന്നുണ്ടോ ഇത് മാമൻ പറയണം. മാമ ഞാൻ ഡൽഹിക്ക് പോവാണെന്നും അല്ല എന്റെ അമ്മയ്ക്ക് പറയുന്നത് അറിയാമല്ലോ ഞാൻ പോകണം. ഞാൻ ഡൽഹിക്ക് പോവാണെന്നും ഈ നമ്പർ വരെ ഇവരുമായി ട്രേസ് ചെയ്ത് പിടിക്കുന്നുള്ളതാണ്. ഞാൻ അങ്ങേറെ ഫോൺ കേട്ടിട്ട് അങ്ങേറെ നമ്പർ വരെ ഇവരുമായി ട്രേസ് ചെയ്ത് പിടിക്കുന്നത് എങ്ങനെയാണോ മാമൻ പറ. മാമൻ പറഞ്ഞ എനിക്കിതുവരെ വേറെ ആളുടെ നമ്പർ ട്രേസ് ചെയ്ത് പിടിക്കാൻ പറ്റത്തില്ല. ആരുടെയും നടക്കുന്നുണ്ട്. എന്തോ കാര്യം ഇനി ഞാൻ മാമനോട് പറയാം. മാമ ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ എന്നെ ഈ ശ്രീരാജപ്പണിക്കറും ബിജുപിയും കൂടെ കല്യാണം നടക്കണം. എന്നെ വെറുതെ കല്യാണം കഴിക്കുക. എന്നിട്ട് എങ്ങനെയെങ്കിലും ഇപ്പൊ ഉണ്ടല്ലോ വെച്ചോടൊക്കെ കൊടുത്ത് ജോലിയും കൂടെ കട വരേണ്ട ഉറപ്പുണ്ട് കൊടുത്ത് കൊമ്മേച്ച് ഇവന് ഇതൊക്കെ ചേക്കാം. അങ്ങനെ എന്റെ പേരിലുള്ള എനിക്ക് സ്വത്ത് അല്ല ഞാൻ ജീവിച്ചിരുന്ന സ്വത്ത് ഭാവിച്ച് പോവില്ലയോ. ഒരേക്കർ 10-70 വസ്തുവും വീടും എല്ലാം ഇവന് കൂടെ കിട്ടും. ഇതെല്ലാം കൂടെ ശരിക്കും ജീവിക്കാൻ ഇപ്പം ഇവര് കൂടെ വിചാരിച്ചത്. അത് എന്റെ അമ്മയും കുറെ ആൾക്കാർ പുറകിലുണ്ട് സപ്പോർട്ടും. അതുകൊണ്ട് മാമന്റെ വീട്ടിലെ മാമന്റെ ഒരു പെങ്ങളുണ്ടല്ലോ എറണാകുളത്തുള്ള ഉണ്ടായിരുന്നല്ലോ മെസ്സിപ്പോയെ ആളുടെ ഭർത്താവിന്റെ വീട്ടിൽ കൊച്ചിതുവരെ ഡിവോഴ്സായി പോയില്ലയോ. മാമന്റെ പെങ്ങള് മരിച്ചവിടെ വന്നില്ലായിരുന്നോ മകളറിയാമോ. മരിച്ചു കൊണ്ടുവന്നത് അവിടെ അടക്കിയത് മാമന്റെ പെങ്ങളെ. ഞാൻ കല്യാണം കഴിച്ച് 2003-2004 ആയിരുന്നു മാമന്റെ പെങ്ങള് മരിച്ചതാണോ. അപ്പൊ ഞാൻ അവിടെ വന്നു. ഞാൻ എനിക്കറിയാമല്ലോ ഇവരുടെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. എറണാകുളത്തെ എൻറോൾമെന്റിന്റെ ദിവസം ഞാൻ അവരുടെ ഈ ജനകത്തിന്റെ വീട്ടിൽ പോയ ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ വരുവാങ്ങാട്ടെ വന്ന് അവിടുന്ന് ഡ്രസ്സും സാരിയൊക്കെ മാറി സാരി കൊടുക്കാൻ പറ്റും എൻറോൾമെന്റിന് വെള്ള സാരി. അങ്ങനെ അവിടെ ഈ ജനകത്തിന്റെ കളമശ്ശേരിയിലുള്ള വീട്ടിൽ വന്ന് ഞാൻ കൊടിയഞ്ചിവൻ സുരേഷൻ നമ്മൾ നെൽക്കോട്ടാണ്
ഈ കളമശ്ശേരി പോയ ഞങ്ങൾ രാവിലെ കാപ്പി കുടിച്ചതും തുണി മാറി എറണാകുളത്ത് ടൗൺ ഹാളിൽ പോയി എൻറോൾമെന്റ് കഴിഞ്ഞ് പിന്നെ പോയി അവിടെ വക്കീലിന് ജഡ്ജിയെ അറിയാവോ? ജഡ്ജിയുടെ വീട്ടിൽ ഊണും കഴിച്ചിട്ടാണ് ഞങ്ങൾ പോരുന്നത് എൻറോൾമെന്റ് കഴിഞ്ഞ്. അപ്പം ഇവരെല്ലാം എനിക്ക് നല്ലപോലെ അറിയാം. അപ്പൊ ഈ അമ്മ മരിച്ചതുകൊണ്ട് ഞാൻ അവിടെ വന്നായിരുന്നത്. മാമയുടെ ഓർമ്മയുണ്ടോ? അയണമല്ലയോ അന്നേരം കുടുംബ വീട്ടിൽ വന്നായിരുന്നു. നമ്മുടെ ചീരയുടെ വീട്ടില് അവിടെ ഇറക്കിയത്. അപ്പൊ ഈ മാമനെന്നാണ് എറണാകുളത്തെ ഈ സുരേഷണ്ണന്റെ ജനകേക്ക് ഈ ആളെ ചോദിച്ചു, ഈ അച്ഛൻ ചോദിച്ചു കുറച്ച് ഡിവോഴ്സ് വേറെ ആളുകളൊക്കെ ഡിവോഴ്സ് ആവുന്നത് അന്നേരമൊന്നും എനിക്ക് അറിയത്തുപോലില്ല. ഡിവോഴ്സ് അന്നത്തെ 2002 കല്യാണം കഴിഞ്ഞ് 3 ആയുള്ളൂ. അന്നേരമൊന്നും ഒരു കുഴപ്പമില്ല. ഡിവോഴ്സ് എന്നുള്ള പേര് കഴിഞ്ഞിട്ടെങ്കിൽ കൊച്ചിന് 2.5 വയസ്സുള്ളപ്പോഴാണ് ഇവന് അസുഖം തുടങ്ങിയത്. BUP എന്ന് പറയുന്നവന് കേട്ടോ. ഇവനെപ്പോലെ പറയുമായിരുന്നു നമ്മളോട് കുഞ്ഞുങ്ങളൊന്നും വേണ്ട, ഇതുപോലെ നടക്കാൻ പറ്റത്തില്ലെന്ന് നമുക്ക് പറഞ്ഞ എന്നോട്. എന്നിട്ട് ഇവന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളൊക്കെ ഇല്ലാതെ എങ്ങനെയൊക്കെ തട്ടി ഇവരെ കെട്ടാവുന്നില്ല. ഇവരിങ്ങനെ എന്നോട് അതുപോലെ പറഞ്ഞു 3 മക്കളുണ്ടാവുമെന്ന് ആരായിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെന്തായാലും ഞാനിങ്ങനെ നിങ്ങളെ കല്യാണം കഴിക്കാം, 3 മക്കൾ എന്തായാലും ഉണ്ടാവുമെന്ന് പറഞ്ഞു. നമുക്കടെ ഇരിക്കോ എന്തോ 3 നാളത്തിനെ അവസാനിപ്പിക്കോ ഞാൻ ആണോ പോവാം. ഞാൻ പറഞ്ഞു എന്തായാലും അപ്പൊ 3 അറിയാമോ? 3 സംഖ്യ മനസ്സിലായോ അവന്? എനിക്കൊന്നും എന്നെ തട്ടിയിട്ട് അവിടെ കെട്ടിയിട്ട് അവസരമായിരുന്നു. ഇതായിരുന്നു ഉദ്ദേശമായിരുന്നു കേട്ടോ. 3 മക്കളെ പറഞ്ഞത് എടുക്കരുത്. കുറെ നമ്മളെ നോക്കി. അതുപോലെ മാമയോട് പറയാനാണെങ്കിൽ ഇവന് ചിക്കൻ ബോക്സ് വന്നു. മാമനറിയാവോ? കല്യാണം കഴിഞ്ഞ ഉടനെ വന്നത് 3-5 മാസമായിട്ട് ഒക്ടോബറിനെങ്ങാണ്ടാ വന്നത്. എന്റെ കല്യാണം ജൂണിലായിരുന്നു. ഇവന് ചിക്കൻ ബോക്സ് വന്ന് എന്നിട്ട് ഇവന് വന്നെല്ലാം കുറച്ച് കഴിഞ്ഞാൽ പതിയെ എനിക്ക് വന്നു കേട്ടോ അമ്മ. അപ്പൊ എനിക്കാണെന്നറിയാം അതുപോലെ ഇവന്റെ അമ്മയുടെ അച്ഛനും വന്നു പാലശ്ശേരിയിലെ. അപ്പൊ ആ അച്ഛന് വന്നതും ഈ അച്ഛൻ ഞങ്ങളെ കൂടെ വന്നിരുന്നത്. ആ അച്ഛനൊരു ഭാവമൊക്കെ കിട്ടില്ല കേട്ടോ. ആ മനുഷ്യനൊരു ഭാവമായിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞപ്പോ എനിക്ക് വന്നു. ഇവരുടെ എണ്ണം കഴിഞ്ഞപ്പോ എനിക്ക് വന്നു. അന്നേരം എന്തോന്നറിയാമോ? ഇവർ എന്നെ കൊണ്ടുപോയി എക്സൈക്ലോസിൻ എന്ന് പറയുന്ന ഒരു മരുന്ന് വാങ്ങിച്ചത്. എക്സൈക്ലോസിൻ വേറെ ആർക്കും വാങ്ങിച്ചു കൊടുക്കാത്ത മരുന്ന് എനിക്ക് വാങ്ങിച്ചത്. എന്തിനാണെന്നറിയാമോ അമ്മ? ഈ എനിക്കിങ്ങനെ ഈ ഏതാണ്ട് സ്ഥലത്ത് വെള്ളത്തിനകത്തോട് തരുന്നുണ്ടായിരുന്നു ഇവന്മാര്. അതുപോലെ നമ്മുടെ മുഖത്തൊക്കെ ഈ എക്സൈക്ലോസിൻ തന്നില്ലെങ്കിൽ ഇത് വന്ന് പൊട്ടിയാലുണ്ടല്ലോ അത് ഭയങ്കര ഇൻഫെക്ഷനായി ഹെൽത്തിന്നൊക്കെ ഒന്ന് ചോദ്യമാവും. അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എന്റെ അമ്മയുടെ വീട്ടില് കേട്ടോ. ഇപ്പഴാണ് എനിക്ക് മനസ്സിലായി. എന്റെ അമ്മയുടെ വീട്ടിൽ എന്റെ അമ്മയുടെ അച്ഛൻ ഇതുപോലെ ഈ ചിക്കൻ ബോക്സ് വന്നിട്ട് കണ്ടെത്തി പോയി വലിയ കൂടിയ വിഷം, നെല്ലിനടിക്കുന്ന വിഷം എല്ലാം അടിച്ച് വെച്ച് ഇത് വന്ന് ഒരെണ്ണം വന്നു കഴിഞ്ഞ് ഇത് അങ്ങ് പൊട്ടാൻ തുടങ്ങി. പൊട്ടിത്തുടച്ച് വലിയെല്ലാം ഇറങ്ങി ആള് മരിച്ചത് അത് കാരണം. ഇത് നടന്ന സംഭവമാണ്. എന്നിട്ട് ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട് ഹെൽത്തിന്ന് ആളുകൾ വന്നു ഇതെന്താ ഈ ചിക്കൻ ബോക്സ് വന്നിട്ട് ഇങ്ങനെ കൊള്ളാനും പൊട്ടി ഇറങ്ങാനുള്ള കാര്യം എന്തുവാണ്? ഈ തൊലി പൊട്ടി ഇറങ്ങാനുള്ള കാര്യം എന്തുവാണ്? പിങ്ക് കളർ മുഖവും വയറും എല്ലാം തൊലിയില്ല, പിങ്ക് കളറിയിരിക്കുകയല്ലേ. നമ്മുടെ മണ്ടക്കോട്ട് ഈ പോയിസൺ അടിക്കുന്നത് നമ്മൾ ഭയങ്കര വിഷമമാണ്. നീല കളർ നമ്മുടെ ദേഹത്ത് ചെറിയ പാട് വന്നാൽ മാമനിത് മെഡിക്കൽ അറിയാവുന്ന മാമിന്റെ മോളോട് വിഷം നമ്മുടെ കയ്യേറിയൊക്കെ ഇതാക്കിയാൽ നമുക്ക് പെട്ടെന്ന് ഈ കാർ വരുന്നത് ഈ മുറിവ് വരും. അറിയാമോ മാമന്? തൊലി ഭയങ്കര സെൻസിറ്റീവായിട്ട്. മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ പഠിച്ച ആളാ. മനസ്സിലായോ മാമന്? ഈ മാമന്റെ മോള് ഡോക്ടറാണല്ലോ. മാമന്റെ മോളോട് ചോദിച്ചാൽ മാമന്റെ മോള് പറഞ്ഞു തരും. ഈ നമ്മുടെ മണ്ടക്കോട്ട് ഈ DDT ഇവിടെ മുക്കെന്ന് പറയുന്ന മുഖേഷ് വന്നിട്ട് ഈ സൈഡിലുള്ള ഇതെല്ലാം കൂട്ട് കളയും കേട്ടോ. ഞാൻ കാണിച്ചു കൊടുക്കും. ഞാനിതൊക്കെ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് ഇതുമായി ചെയ്യുന്നതൊക്കെ. എന്തുമാത്രം എന്ന് വെച്ചാൽ എങ്ങനെയോ ഈ നമ്മുടെ തിരക്കകത്തെ ഈ എന്തുവാ വായുവിന്റെ മർദ്ദം കുറയ്ക്കുമ്പോൾ പുറത്തുനിന്ന് ഇങ്ങനെ വായു ഈ വിളവിൽ കൂടി ഇങ്ങനെ കയറും. അതുപോലെ ഈ ഇവന്മാർ അയക്കുന്നത് ഈ നമ്മുടെ ചാനൽ ഉണ്ടല്ലോ, ഇലക്ട്രിക് ചാനൽസ് അതിനകത്തൂടെ അയക്കുന്നത്. ഇതൊക്കെ പുതിയ മാമനറിയാത്ത പുതിയ ടെക്നോളജികളുണ്ട്. ഡയറക്റ്റ് എനർജി വെക്കണം എന്നൊക്കെ പറയുന്നത്. ഈ